അപ്പൊ നമുക്ക് ഞങ്ങളുടെ വയറ് നിറച്ച് തീറ്റിച്ചിട്ട് വിടാറുള്ളൂ. ആരും അപ്പൊ ഗായ്സ് ഒരു മോനൂട്ടൻ എന്ന് പറഞ്ഞൊരു കൊച്ചുകുട്ടി കൂടിയുണ്ട് ഇവർക്ക് സഹായത്തിന്. മതി കേട്ടോ, മോനൂട്ടനെ കൂടെ നമുക്ക് പരിചയപ്പെടാം. എവിടെ മോനൂട്ടൻ? മോനൂട്ടൻ എവിടെ കളിക്കാണോ? മോനു, ഇതാണ് മോനൂട്ടൻ. ഇത് മോനൂട്ടൻ അല്ലേ? ഇത് മോനൂട്ടൻ, ഇതാണ് ഞങ്ങളുടെ മോനൂട്ടൻ. ഇത് എനിക്ക് പിടിച്ചില്ലേ? കുഴപ്പമില്ല കേട്ടോ. അതെ, ഞാൻ അങ്ങോട്ട് കണ്ടില്ലേ ഗായ്സ്, ഇത്രയും നിഷ്കളങ്കരായ ഒരു കൂട്ടം ആളുകളുടെ പ്രയത്നത്തിന്റെ ഫലമാണ് ഇവിടെ വരുന്ന ഓരോരുത്തരുടെയും വയറും മനസ്സും ഒരുപോലെ നിറയ്ക്കുക എന്നുള്ളത്. അതിന് നെടുന്തൂണായി നിൽക്കുന്ന ശംഭുവാശനെ നമുക്ക് പരിചയപ്പെടാം. അപ്പോ ആശാനായ നമ്മുടെ ശംഭുവാശനെ പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. ആശാനെ, നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയും. നമസ്കാരം. ഞാൻ എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ ഈ സ്ഥാപനം വളരെ നന്നായിട്ടുണ്ട്, ഇവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ സ്ഥാപനത്തെ കുറിച്ച് എനിക്ക് ചോദിക്കാനുള്ളത്, ശംഭുവാശൻ എങ്ങനെയാണ് ഒരു വില നിശ്ചയിക്കാതെ ഈ സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? ഒരു ലാഭം പോലും പ്രതീക്ഷിക്കാതെ എങ്ങനെയാണെന്നുള്ള ഈ പ്രേക്ഷകരോട് ഒന്ന് പറയാം ആശാൻ. ഇതിലാണോ? ഒരു മിനിറ്റ്, ഞാൻ ക്യാമറ പറഞ്ഞു ആശാൻ. അതിപ്പോ നമ്മള് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു ലാഭം പ്രതീക്ഷിച്ചല്ലോ ചെയ്യുന്നത്. പിന്നെ ഇപ്പോ വില എന്ന് പറഞ്ഞ ഭക്ഷണത്തിന്റെ വില നിശ്ചയിക്കാന്ന് വെച്ചാൽ അത് മനുഷ്യന്റെ വിശപ്പിന്റെ വില നിശ്ചയിക്കുന്ന പോലെ. വിശപ്പിന്റെ വില നിശ്ചയിക്കാൻ പറ്റുമോ?